പന്നിയിറച്ചി തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 10-13 ലക്ഷം ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ ആളുകൾ ആ വീഡിയോ അയച്ചു തന്നു. ചേട്ടാ നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ മറ്റേ ഇതിൻ്റെ പന്നിയിറച്ചിയുടെ നാട്ടിലെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള പോലെയാണ് കേട്ടോ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കണേ. ചുരുങ്ങിയത് 250 പരം മെസ്സേജുകളാണ് വന്നിട്ടുള്ളത് പ്രതികരിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ട് കൂടെ ആ പരിപാടികൾ എന്തായിരുന്നു, പ്രതികരണം അല്ല, ആ ചേച്ചിയുടെ പേര് അളകനന്ദ ചേച്ചി അല്ലേ? അളകനന്ദ ചേച്ചി ഒരു മീശ വെച്ചുള്ള ചേട്ടനല്ലേ നടത്തിയിരുന്നത്. ഇതൊന്നും ചേട്ടാ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പ്രതികരിക്കുക. ഇതിപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെജോറിറ്റി ആളുകൾക്ക് അറിയാം സത്യത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് റബിഷാണെന്നും അതിൽ പ്രത്യേകിച്ച് സയൻസ് ഒന്നും ഇല്ലയെന്നും. എന്നാലും ഞാൻ പ്രതികരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് അല്ലേ, ആ ചെമ്മരിയാടിന് രണ്ടിനെയും കൂടി തല്ലൂടിയിട്ട് മറ്റേ ചെന്നായ ഇടയിൽ ചോര കുടിക്കണ പോലെ ഇതൊരു കുൽസിതാക്കിയിട്ട് വീഡിയോയിൽ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇടക്കൊണയൊക്കെ അടിച്ചിട്ട് നല്ല രസമുള്ള പരിപാടി എന്താണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന് നിന്ന് തരാം. റെഡി ബൂം പാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു പ്രതികരണം അല്ല. ഇത് പ്രതികരിക്കേണ്ട, ഞാൻ പറഞ്ഞില്ലേ മെജോറിറ്റി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ വെറുതെ നല്ല വ്യൂ കിട്ടും. പന്നി മതം, പശു മതം, അല്ലെങ്കിൽ ഭക്ഷണം, ഈ വക സാധനങ്ങളെയൊക്കെ ഇപ്പോൾ ഈ എന്താ പറയുക ഇൻഫ്ലമേഷൻ മാറ്റണ ഡ്രിങ്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ഭീതി വ്യാപാരം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷെയർ പോവും, ഭയങ്കരമായിട്ട് ലൈക്ക് കിട്ടും. ഓക്കെ, അത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു സാധനമാണ്. അതിൻ്റെ അതോറിറ്റി മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ കുറേ ആളുകൾക്ക് സമയമില്ല. കേട്ടത് വാതി കേൾക്കാത്തത് വാതി ഓടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് മൂലക്കുരുവിന് ഒറ്റ ഗുളിക കഴിച്ച മൂലക്കുരു മുഴുവൻ മാറുന്നു പറഞ്ഞു. ആളുകൾ കാണുക ഷെയർ ചെയ്യാൻ 10 രൂപ 10,000 ആളെ വന്നിട്ട് മേടിച്ചിട്ട് പോണ്. മറ്റവർക്ക് 10 രൂപ കിട്ടുന്നത് നല്ല ലാഭമാണ് ഈ പരിപാടി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ഓടി നടക്കും. അപ്പോൾ ബേസിക്കലി ഞാനിതൊരു പ്രതികരണ വീഡിയോ ഒന്നുമല്ല ചെയ്യണേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് അറിയില്ല. അതെങ്ങനെയാണ് ഇതിപ്പോൾ എൻ്റെ അടുത്ത് നാട്ടുകാരോട് ഇപ്പം എന്നോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റുക? അതൊരു സയൻറ്റിഫിക് മെത്തേഡേ അല്ല. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റണം ഒരാളൊരു കാര്യം പറയണത് ശരിയാണോ എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പഠിച്ചതിന് തെറ്റുണ്ടാവാം, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു നുണ പറയില്ല. പക്ഷെ നിങ്ങളൊരാളിനെയും വിശ്വസിക്കണ്ട. നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളിലും കൂടെ ഈ സാധനത്തിനെയൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ നോക്കിയിട്ട് ഈ വീഡിയോ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിൽ തെറ്റുണ്ടോ ഫാക്ട് ഇന്ന് വളരെ ഈസിയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് പറയാൻ പോണത്. പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാം വീഡിയോ എങ്ങനെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ആ വീഡിയോ ചെയ്ത ചേട്ടാ, ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡിൽ കാണിച്ചു പോകണ്ടിട്ട വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് നിങ്ങളെന്നെ എന്താ പറയുക ഒരു ഇതിലും കളിയാക്കാനോ ഒന്നുമല്ല. നിങ്ങൾ പറഞ്ഞതിൽ അശാസ്ത്രീയതയുണ്ട്. അശാസ്ത്രീയതയാണ് നമ്മളിതിൽ കാണിക്കാൻ പോണേ. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അത് എങ്ങനെയാണ് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ ഐ എം ജസ്റ്റ് യൂസിങ് നിങ്ങളുടെ വീഡിയോ. താങ്ക് യു. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രോഹിബിഷൻ ഉള്ളത് കൊണ്ടാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രൊഹിബിഷൻസ് ഉള്ളത് കൊണ്ട് ആണെന്നാണ് പറയുന്നത്. ഇത് പ്രതികരണമൊന്നുമല്ല, ഇത് എൻ്റെ ഈ ഒരു തോട്ടിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ മറ്റേ മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാൻഡർതൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം. ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങൂട്ടാൻ, മറ്റേത് ജൈനൻ എന്ന് പറയുന്നത് മറ്റേ ചിമ്പൻസി, മറ്റേത് എന്താ ഇത് 2025. നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് തരുന്നുണ്ടോ? എല്ലാവർക്കും ഒരു മരുന്നല്ലേ? നിങ്ങൾ എല്ലാ മനുഷ്യരും കഴിക്കുന്നത് ഒരു ഭക്ഷണം തന്നെയല്ലേ? നിങ്ങൾ ഈ ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണമല്ലോ. ഇത് ഏതോ വേറെ സ്പീഷീസിൽപ്പെട്ട എല്ലാ മതവും ഇതാണ് ചെയ്യുന്നത്. മതം ഭക്ഷണം പ്രൊഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് ഇന്ന ആൾക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല. എന്താ കാരണം ഒന്നും അറിയില്ല, കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാരായി? അതതിൽ ഏറ്റവും വലിയ രസം. ഇപ്പോൾ ഇവർ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആരെങ്കിലും ആവട്ടെ, ഞാൻ ഒരു മതത്തിനെടുത്ത് പറയണമല്ല, ഒരു കമ്മ്യൂണിറ്റി പറയുകയാണ് ഈ സാധനം കഴിക്കരുത്, അത് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഊമ്പന്മാരായി. മുളക് ഊമ്പന്മാർ
അണ്ണൻ എന്ത് ചെയ്തു? അണ്ണൻ എന്താ ആദ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, പോർക്കിനെ തന്നു, പശുവിനെ തന്നു, ഇതിനെ തന്നു, ഇതിനൊക്കെ തിന്നോളം പറഞ്ഞു അല്ലേ? നമുക്ക് എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം, ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ തിന്നണ്ടേന്നുള്ളത്. അത് നമുക്ക് തിന്നാൻ തോന്നണേ. അല്ലാത്ത ഭക്ഷണം കഴിക്കൂ, പുളിക്കൂ, നമ്മളെ തൊടില്ല. അത് നമുക്ക് പന്നി കഴിച്ചപ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, നമുക്ക് ശരീരത്തിലേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടി. അപ്പോഴേക്കും മറ്റവൻ തിരിച്ചറിഞ്ഞു. എന്തെന്ന് തിരിച്ചറിഞ്ഞു? അയ്യോ പന്നി കഴിച്ച കുഴപ്പമാണ്. അപ്പോൾ തന്നെ പുള്ളി ഉണ്ടാക്കിയ പരിപാടി തീർന്നുട്ടാ. പുള്ളി ഉണ്ടാക്കിയാൽ മണ്ടത്തരം പറ്റിയതുകൊണ്ടാണ് നമുക്ക് തിന്നപ്പോൾ പുലിവാലുണ്ടായത്. അത് പുള്ളി അംഗീകരിക്കില്ല. പുള്ളി ആളെന്നെ അയച്ചിട്ട് എന്ത് പറഞ്ഞു? അതെ, ഒരു കുറച്ച് ആൾക്കാരോട് ഇതൊക്കെ പറയണേ, മുഴുവൻ ആൾക്കാരോട് പറയണില്ലേ, കുറച്ച് ആൾക്കാരോട് നിന്നിട്ട് പറയാണ് പന്നി കഴിക്കരുത്, പന്നി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമായിരിക്കാം. അപ്പം നമ്മളോട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നമ്മൾ പന്നി തീറ്റ നിർത്തി. മറ്റേ ആൾക്കാർ മുഴുവൻ പന്നി കഴിക്കുന്നുണ്ട്, അവർക്ക് ഇട്ട് യാതൊരു കുഴപ്പമില്ലേനും. എന്നാൽ ആ പന്നീനെ ഇത്രയ്ക്ക് കഴിവുള്ള മനുഷ്യനാണ്, ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മതി ഇല്ലേ? ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പന്നിയുടെ മുകളിൽ ഇത്രയ്ക്ക് മാത്രം പുലിവാലുള്ള എന്തെങ്കിലും ഒരു സാധനം ഒഴിവാക്കുക. ആ സാധനം അല്ലേ അണ്ണന് നിമിഷ നേരം കൊണ്ട് ഈ സാധനം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കോഴിക്ക് ഒരു ശാന്തി കിട്ടും ഇല്ലേ? ഓളുടെ കോഴിക്ക് ഒരു ശാന്തി കിട്ടും. കാരണം ആ പന്നീനെ നമുക്ക് തിന്നാൻ കിട്ടും. തീട്ടം വരെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീനാക്കാൻ കഴിവുള്ള ജീവിയാണ് പന്നി. ദെൻ ഈസ് എ ഗുഡ് തിങ് നോ? ഈ മാതിരി ദാരിദ്ര്യം അലയടിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് അരിയില്ല, ഭക്ഷണമില്ല, ഒരു സാധനമില്ല, ഇമാതിരി പോവർട്ടി അല നടക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇവൻ്റെ ഈ പ്രശ്നങ്ങൾ മാറ്റി കൊടുത്ത സകലമാന ആൾക്കാർക്കും ചീപ്പായിട്ട് പ്രോട്ടീനും ഫാറ്റും കിട്ടുന്ന ഒരു സാധനമാണ് പന്നി. അത് ചെയ്താൽ മതി. അത് അണ്ണൻ ചെയ്തിട്ടില്ല. അണ്ണൻ എന്ത് മുടക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഇങ്ങനെ മുടക്കിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, നരകം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തുണ്ടാവും? ഒരു 10-50,000 ആൾക്കാർക്ക് സ്വർഗം, ബാക്കി ഈ 7.2 ബില്യൺ ആൾക്കാർ നരകത്തിൽ കിടന്ന് റോസ്റ്റ് ചെയ്യുക. നല്ലവനായ ദൈവം നമ്മളെ സ്നേഹപൂർവ്വം നമ്മുടെ അപ്പൻ നമ്മളെന്നെയൊക്കെ ചുടുക നിന്നിട്ട് എന്താ അവസ്ഥ നോക്കിയേ. എന്തിനാ പന്നി നിന്നോ? അതാണ് പ്രശ്നം അല്ല. 2025 ഇതൊക്കെ പറഞ്ഞു കിടക്കുന്നത്. എന്ത് ന്യായത്തിൻ്റെ പുറത്താണ്? ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഒരു റിലീജിയനും ഭക്ഷണത്തിൽ കൈ കടത്തരുത്. ഇറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ അവസരമില്ലാത്ത സമയത്ത് ലെറ്റ് ദം മീറ്റ് എനിത്തിങ് മാൻ, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? ഒരു പ്രശ്നവുമില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള ധൃതിയിലാണ് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കണേ. ഇതിൻ്റെ പേരിലാണ് തല്ലും നടക്കണേ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ 25 കോടിയും 50 കോടിയൊക്കെ നമ്മൾ ഇങ്ങനെ ബെഗ് ചെയ്ത് നടന്നിട്ട് കാശ് മേടിക്കണേ? ഒരു ചെറിയൊരു അസുഖം മാറ്റാൻ 50 കോടി രൂപ വേണം, നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം. നമുക്ക് വേഗം ചത്താൽ പോരെ? നമുക്ക് ആത്മഹത്യ ചെയ്താൽ മതി, സ്വർഗത്തിലേക്ക് എത്താലോ വേഗം. നമ്മളെന്തിനു ജീവിച്ച് കഷ്ടപ്പെടണേ? ബാക്കി ജീവിക്കണ കാലത്തോളം നമ്മളെന്ത് ചെയ്യണോ? ഈ പാപം മുഴുവൻ ചെയ്യണം, ഈ പന്നീനെ മുഴുവൻ തിന്ന് കിടക്കണം. ഇതിനേക്കളൊക്കെ എളുപ്പം നമ്മളാളെ ഇത് ആത്മഹത്യ ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാം. ഈ പാടുപെടണ്ടല്ലോ. ഒരു ശ്വാസം മുട്ടോ 2 വളിയോ കൂടുതൽ പോയാൽ അപ്പം ആശുപത്രിയിലേക്ക് ഓടും നമ്മൾ ഗുളിക കഴിക്കാൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു മതമില്ല. ഉണ്ടാകും വല്ല മതം ഉണ്ടോ? ഒരു മതമില്ല. ശ്വാസത്തിൻ്റെ ഒരു മർമർ മറ്റേ മോഹൻലാൽ സിനിമയിൽ പോണ പോലെ കേട്ടാൽ നമ്മൾ അപ്പം ആശുപത്രിയിലേക്ക് ഓടിയിട്ട് നമ്മൾ മരുന്ന് സീക്കും. നമുക്ക് ആർക്കും സ്വർഗത്തിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ സ്പോട്ടിൽ മരുന്ന് തേടാണ്ട ചത്തേനെ അവിടെ കിടന്നിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വേറെ തൊടുന്യായാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അതൊക്കെ വേറെ കാര്യം. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടമില്ലായ്മ. ദയവ് ചെയ്ത് ഭക്ഷണത്തിനെയും മതത്തിനെയും തമ്മിൽ കുത്തിക്കലക്കിയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ആ സാധനത്തിന് നല്ല റീച്ചുള്ളത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ ഇട്ട് വിളമ്പണത്. സോ അതെൻ്റെ ഒരു പ്രതികരണമല്ല, എനിക്ക് പറയാനുള്ളൊരു കാര്യം പറഞ്ഞാണ്. ദയവ് ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ മതം കൊണ്ട് കുത്തി അലക്കരുത്. ഇവിടെ എല്ലാം ഹോമോസാപ്പിയൻസാണ്, എല്ലാവരും മനുഷ്യരാണ്. അത് നിങ്ങൾ ഏത് മതത്തിൽ നിങ്ങളെ കുപ്പായം അണിയിപ്പിച്ച് തന്നാലും ആ കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറി നിന്നാൽ നമ്മളൊക്കെ എല്ലാവർക്കും ഒരേ രക്തവും ഒരേ സാധനമാണ് ഓടണേ. നിങ്ങൾ ഈ മനുഷ്യന്മാർക്ക് തിന്നണ എല്ലാ സാധനവും നമുക്ക് തിന്നാം. ചില ഭക്ഷണങ്ങൾ നമുക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ട് വെച്ചിങ്ങനെ ഒഴിവാക്കുക. മതത്തിൻ്റെ പുറത്തല്ല. ഇനി മതത്തിൻ്റെ കാരണം വെച്ചാൽ നിങ്ങൾക്ക് തിന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിന്നണ്ട. അതിന് യാതൊരു സയൻസും ഇല്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പക്ക ഉടായ്പ പുസ്തകം വായിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഏത് പുസ്തകമാണെങ്കിലും, ജൈനൻ്റെ ആണെങ്കിലും ഹിന്ദുവിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും മുസ്ലിമിൻ്റെ ആണെങ്കിലും പുസ്തകങ്ങൾ മാറാനുള്ള സമയമായി. ഇനി പുള്ളി പറയുന്ന ഓരോ പോയിന്റുകൾ നമുക്ക് നോക്കാം. പക്ഷേ സയൻസ് എന്തുകൊണ്ടാണ് പന്നി കഴിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്ന് പറയുന്നത്? ഇപ്പോഴേ ആദ്യം മതത്തിൻ്റെ ഒരു സാധനം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നേരെ സയൻസിലേക്ക് ചാടി. നല്ല എളുപ്പമായി പരിപാടി. ഇപ്പോൾ അതേ സയൻസിനെയും മതത്തിനെയും ഇവിടെ മുതൽ അനുരഞ്ജനം ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 കണക്ഷനും ഒരുമിച്ച് വരുമ്പോൾ എടുക്കണ്ട.
ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ ഒരു സാധനം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് തലയ്ക്ക് ഒരു സ്കെപ്റ്റിസിസം വന്നിട്ടുണ്ടായിരിക്കും. കുറേ ആൾക്കാർ തിന്നുന്നുണ്ടല്ലോ, കുറേ ആൾക്കാർ കഴിക്കണില്ല, അതിന് ഇങ്ങനെ ഒരു സയൻസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുമോ? വരാൻ സാധ്യതയില്ല. നമ്മുടെ ആ ഒരു സംശയാസ്പദമായ നമ്മുടെ മൈൻഡിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ആ കമൻറ്റ് സെഷൻ ഒന്ന് വായിച്ചു നോക്കുക. കമൻറ്റ് സെഷൻ വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇല്ല ചേട്ടാ ഇങ്ങനെ സംഗതി ഇല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഏത് ഇതിലാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ അതിൽ കാണാൻ പറ്റും. ചില ബുദ്ധി കൂടിയിട്ടുള്ള ആൾക്കാർ എന്ത് ചോദിച്ചാൽ ഈ കമൻറ്റ് സെഷനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു പ്രശ്നവുമില്ല, എല്ലാ നന്മ കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ തന്നെ ഇനി നിങ്ങളെ വീഡിയോ കാണണ്ട. കാരണം അത് ഒരു പബ്ലിക് ചെയ്തിട്ടുള്ള വലിയ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളല്ല ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ അടിയിലേക്ക് വന്ന് നോക്കേണ്ടത് സയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഭക്ഷണം കഴിക്കാൻ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ സയൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ല, അങ്ങനെ പന്നി കഴിക്കരുതെന്ന് സ്പെഷ്യലായിട്ട് സയൻസ് എവിടെയും പറയണില്ല, ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, നമുക്ക് കറക്റ്റ് കിട്ടിയില്ലേ. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ബീഫ്, ചിക്കൻ, പന്നി അല്ലെങ്കിൽ മറ്റ് പല വെജിറ്റബിൾ അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കൃത്യമായിട്ട് അതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചറിൽ വേവിച്ചിട്ടില്ല വെച്ചെങ്കിൽ നമുക്ക് മനുഷ്യന് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അലർജിയോ പല സാധനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ മീറ്റിനും അതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബീഫിനാണെന്നുവെച്ചെങ്കിൽ മീഡിയം റയർ മുതൽ വെൽ കുക്ക്ഡ് വരെയുള്ള ടെമ്പറേച്ചർ. ചിക്കന് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ കൃത്യമായിട്ട് ഭക്ഷണം വേവിക്കാതെ ഇൻഫെക്ഷൻ വന്ന് മരിച്ചിട്ടുള്ളത് ചിക്കനീന്നാ. ചിക്കൻ്റെ അവസ്ഥകൾ നോക്കിയിട്ടുണ്ടോ? പന്നിയൊന്നുമല്ല, ചിക്കനാണ്. നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ ഷവാർമ അടക്കം കഴിച്ച് വേവാത്ത ചിക്കൻ, കേടായ ചിക്കൻ, ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടായ ചിക്കൻ ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്. മനസ്സിലായി? അപ്പോൾ ഈ സാധനം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സയൻസ് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കുക്കിംഗ് ടെമ്പറേച്ചറിൽ നിന്ന് സ്പെഷ്യലായിട്ട് പന്നിക്ക് ഒരു മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സാധനം അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഉണ്ട്. ഇനി ബാക്കി എന്താ പറയണതെന്ന് നമുക്ക് നോക്കട്ടെ. സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണ്. പക്ഷെ പന്നിയാണെങ്കിൽ വിയർക്കാറില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അടുത്ത പോയിന്റ് പറയുന്നത് സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോണത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണെന്നാണ്. അപ്പം നമ്മൾ എന്താ ഗൂഗിൾ ചെയ്യുക? ടോക്സിൻസ് മനുഷ്യൻ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻസിലൂടെയാണോ? ഒന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ. മനുഷ്യൻ ടോക്സിൻസിനെ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളാലല്ല, ലിവറിനാലാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പൊളിഞ്ഞുകൂടെ വാദം. പന്നിക്ക് അപ്പോൾ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, ശരിയാ. മനുഷ്യന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ പന്നിക്ക് എങ്ങനെയാണ് ടോക്സിൻ റിമൂവൽ നടക്കണേന്നും കൂടി നമുക്ക് ഗൂഗിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പന്നിക്ക് ടോക്സിൻ റിമൂവൽ അല്ലേ? പന്നിക്ക് ഇപ്പോൾ ചിറകില്ല, ചെകളപ്പൂവില്ല എന്ന് പറയുന്നതിന് തുല്യത്. പന്നിക്ക് പന്നിയുടേതായ രീതിയിലാണ് പന്നി ഉരുവായി വന്നിട്ടുള്ളത്. അപ്പോൾ പന്നിക്ക് പന്നിയുടെ ശരീരത്തിൽ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഇതേപോലത്തെ സിസ്റ്റം വേറെ ഉണ്ടാവില്ലേ? തൊലിയുടെ ഉള്ളിൽ കൂടെ തന്നെ പോണേ, തൊലിയുടെ ഉള്ളിൽ കൂടെ അല്ലാണ്ട് പോണേ. ഞാൻ പറയാം എങ്ങനെ പന്നിക്ക് പുറത്തേക്ക് പോകണ്ടോ, ഇതേപോലെ തന്നെ ലിവറിൻ്റെ ഉള്ളിൽ കൂടെ ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ. ലിവറിൻ്റെ ഉള്ളിൽ ഈ ടോക്സിൻ മുഴുവൻ ഇങ്ങനെ ഏറ്റി നടക്കാമെന്ന് വിചാരിച്ച ഒരു ജീവി എന്തപ്പോൾ ഇത്ര എളുപ്പമുള്ള കാര്യം? ഇതെങ്ങനെ ജീവിക്കണേ? ടോക്സിൻ മുഴുവൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ജീവി ചത്തുപോവില്ലേ? ആ ജീവി എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണേ? അപ്പോൾ അതിൻ്റെ മാംസത്തിലുള്ള എല്ലാ ടോക്സിൻസിനും കൃത്യമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പന്നിക്കൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നിങ്ങൾ വേറൊരു തട്ടിപ്പിനെ പോയിട്ട് എന്നെ പോലെയുള്ള ഒരാളെ നോക്കിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കണ്ട ഞാൻ എന്താ പറയണേന്നുള്ളത്. അടിച്ചു നോക്കുക, സ്വെറ്റ് ഗ്ലാൻസിലൂടെയാണോ? അല്ല. ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോ എന്ന് അടിച്ചു നോക്കുക. കറക്റ്റാണ്, കിട്ടി. ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ശരിയാണല്ലോ അല്ലേ? പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണ്ടേ ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ അടിച്ചു നോക്കുക വേറെ എന്തൊക്കെ മൃഗങ്ങൾക്കാണ് നമ്മൾ കഴിക്കുന്നതിൽ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തത് എന്ന് നോക്കുക. ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, മീനിന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോക്സിൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യണത്? നിങ്ങൾ ചിക്കൻ തിന്നണില്ലേ? അതെന്താ പറയാത്തത് അല്ലേ? അങ്ങനെ ചോദിക്കാമല്ലോ നമുക്കൊരു ചോദ്യം. അതെന്താ ചിക്കൻ നമുക്ക് തിന്നണം, പന്നി കഴിക്കരുത്? അപ്പോൾ പന്നീനെ നമ്മൾ പടയ്ക്കുക. ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, നോക്കിയൊക്കെയോ സെയിം അവസ്ഥയാണ്. മീനിനില്ല സ്വെറ്റ് ഗ്ലാൻസ്. സ്വെറ്റ് ഗ്ലാൻസ് എന്തിനുള്ളതാണ്? അത് അടുത്ത് അടിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് എന്തിനാണ്? നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് ടെമ്പറേച്ചർ കൂടുകയും കുറയും ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് ചെയ്യണേ. നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം കുറച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ സർഫസിലുള്ള ചൂടിനെ അങ്ങോട്ട് കുറയ്ക്കുക. അതാ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ വരുന്ന സമയത്ത് അതിൽ കുറച്ച് മിനറൽസ് ഉണ്ടാവാനോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നക്കി വെക്കുന്ന സമയത്ത് ചെറിയ ഉപ്പ് രസം ഉണ്ടാവും. പുള്ളിയുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് രസം ടോക്സിനാന്നാ. മനസ്സിലായില്ലേ?
ഇങ്ങനെയാ നോക്കുക. ഇത് വേറെ ആരെയും വിളിച്ചു വെച്ചപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കിട്ടും, അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായി, നമ്മൾ ഓരോ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സ്വെറ്റ് ഗ്ലാൻസ് ഉള്ള ജീവികൾ, മറ്റേത് മറിച്ചത്, ടോക്സിൻ റിമൂവൽ എവിടെ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വിയർക്കാറുമില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പൊ നിങ്ങൾ ഈ പന്നിയെ കഴിക്കുന്ന സമയത്ത് ഈ ടോക്സിൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരത്തിലേക്കും പോകും. അപ്പോൾ പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്ത തന്നെ പന്നിയുടെ ഉള്ളിൽ മുഴുവൻ കിടക്കണം. നമ്മളിത് തിന്നണ നേരത്ത് ടോക്സിൻസ് മുഴുവൻ നമ്മുടെ അകത്തേക്ക് പോകും. പുള്ളി വിചാരിച്ചിട്ടുള്ളത് ടോക്സിൻസ് ഒന്നും പോകാണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മളിന്നാ മുറ്റത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ടോക്സിൻ പോക്ക് തുടങ്ങുകയാണ് നമ്മുടെ മൂക്കിക്കൂടി വായക്കൂടി. മനസ്സിലായില്ലേ? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വലിയൊരു ടോക്സിൻ നമ്മുടെ പുറത്തുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് റിമൂവ് ചെയ്യേണ്ടി. 4 ടോക്സിൻ പോയാലും നമ്മുടെ ബോഡിക്ക് കഴിവുണ്ട് ടോക്സിൻ റിമൂവ് ചെയ്യാനായിട്ടേ. നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓർക്കുക, ഇതൊക്കെ ആലോചിക്കുക. പന്നിയുടെ ശരീരത്തിൽ സാധാരണ മൃഗങ്ങളെക്കാളും കൂടുതലായിട്ടാണ് പാരസൈറ്റ്സ് ഉള്ളത്. ഇതിൽ ചില പാരസൈറ്റ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സീഷേഴ്സ് ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നേക്കാം. പന്നിയിൽ കണ്ടുവരുന്ന ഒരു പാരസൈറ്റ് ആണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇത് ഉള്ളിൽ ചെന്നാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിസ്കാരേജോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ബർത്ത് ഡിഫക്ട്സോ വന്നേക്കാമെന്നാണ് സയൻസ് പറയുന്നത്. പന്നിയുടെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് പുള്ളി പറഞ്ഞ പാരസൈറ്റിൻ്റെ പേര് ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ. ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈനെ കുറിച്ചിട്ട് കേരളത്തിൽ ഇത്രയും വലിയൊരു വീഡിയോ ചെയ്തിട്ടുള്ള വേറൊരാളില്ല, ഞാനാ. എൻ്റെ ഒരു സൂപ്പർ വീഡിയോ ഉണ്ട്. ഞാൻ ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു ലിങ്ക് കൊടുക്കാട്ടാ. ഇപ്പോൾ പോയിട്ട് കാണണ്ടാ, ഇത് അവസാനം പോയിട്ട് കണ്ടാൽ മതി. ഞാൻ അവസാനം ഇത് കൊടുക്കാം. ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ശരിയാണ്, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ്സ് അല്ലാണ്ട് നമ്മുടെ ശരീരത്തിലും ആയിരക്കണക്കിന് പാരസൈറ്റ്സ് ഉണ്ട്. ബീഫിലും ഉണ്ട്, ഇതിലും ഉണ്ട്. ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചത്തോളും. അതിലേക്ക് പുള്ളി അടുത്തത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ സംശയം പോകുന്നു, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടല്ലോ. നമ്മൾ ഗൂഗിൾ ചെയ്ത്, നമ്മളെങ്ങനെ ഗൂഗിൾ ചെയ്യുക? പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ? പാരസൈറ്റ് ഉണ്ട്. ഡോബേ പേടിച്ചു. നമ്മൾ പാരസൈറ്റ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ പേടിച്ചു ഇല്ലേ? നമ്മളപ്പോൾ തന്നെ അത് ശരിയാട്ടാ, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ട്, ഇനി തൊടണ്ട. ചിക്കൻ്റെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ നോക്കണം നമ്മൾ. ചിക്കൻ്റെ ശരീരത്തിനുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ, പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പം എന്ത് കിട്ടും? പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ട്, ചിക്കൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ഉണ്ട്, നമ്മുടെ കൃമിയിലൊക്കെ പാരസൈറ്റ് ഉണ്ട്. നമ്മൾ ജിമ്മിൽ പോകണോടത്തുനിന്നൊക്കെ പാരസൈറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ? ജിമ്മിൽ പോകണില്ലേ? നമ്മൾ ഷെയ്ക്കിൻ്റെ കൊടുക്കണില്ലേ? ഇവിടെ ഒക്കെ പാരസൈറ്റ് ഉണ്ട്. അപ്പം മനുഷ്യൻ തൊടുന്ന എവിടെയൊക്കെ പാരസൈറ്റ് ഉണ്ട് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പോൾ അവിടെയൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റേ പച്ച കിണർ എന്താ പേര്, പച്ച ഒരു പുള്ളി ഉണ്ടല്ലോ ഫുള്ള് സാനിറ്റൈസ് ചെയ്ത് ഇതുപോലെ നമ്മൾ മേലെ കൂടെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നടക്കണം ഫുൾ ടൈം. വായയിലേക്കും കുറച്ച് ഒരു 4 കപ്പ് സാനിറ്റൈസർ വെച്ച് കുടിക്കേണ്ടി വരും. നമ്മളിതിലൊക്കെ സർവൈവ് ചെയ്തോരാ. ഇത് പോകുമ്പോൾ ഈ സാധനം പോവുകയും ചെയ്യും. ഇനി ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ പന്നിക്കകത്തുണ്ടോ? അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്തു, ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ പന്നിക്കകത്തുണ്ടോ? ഉത്തരം കിട്ടി, ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ പന്നിക്കകത്തുണ്ട്. നമ്മൾ അയ്യോ പേടിച്ചു, നമ്മൾ പേടിച്ചു ഇല്ലേ? ഓളുടെയൊക്കെ പേടിച്ച് മരിക്കണം അവിടെ. ഞാനുണ്ട്. ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ എൻ്റെ കണ്ണിനകത്തുണ്ട്. ലോകത്തിൽ ഏതാണ്ട് 50% ആളുകളിലുള്ള ഒരു സാധനമാണ് ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ. അത് നമുക്ക് കണ്ണിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ കണ്ണിൽ വന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ എവിടെയാണ് ഉണ്ടാവണേന്നും കൂടി നോക്കണോ? അപ്പോൾ എവിടെ കാണാൻ പറ്റും? പന്നിയിൽ മാത്രമാണോ എന്നും കൂടി സെർച്ച് ചെയ്യണം. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണോ? അപ്പോൾ കാണാൻ പറ്റും ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ പൂച്ചയ്ക്കകത്താണ് വരുന്നത്. പൂച്ചയാണ് ഇതിൻ്റെ മെയിൻ വാഹകൻ. അപ്പോൾ പൂച്ച ഇൻഫെക്ഷൻ ആവാൻ സമയത്ത് പൂച്ചയുടെ കാട്ടത്തിലൂടെ ഇത് പുറത്തേക്ക് വരും. ഇപ്പം നിലത്തും മണ്ണിലൊക്കെ കെടുക്കും. അവിടെ മഴ പെയ്യാം. മഴ പെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ സാധനം ഉരുണ്ടിട്ട് എവിടേക്ക് പോവും? പച്ചവെള്ളത്തിലേക്ക് പോവും. നമ്മുടെ കിണറ്റ് വെള്ളത്തിലേക്കൊക്കെ എൻ്റർ ചെയ്യും. നമ്മൾ കൈ തൊടണോടത്തും മീൻ നന്നാക്കണോടത്തൊക്കെ ടോക്സോപ്ലാസ്മയുടെ സാധനം ഉണ്ടാക്കി നമ്മുടെ മീൻ നന്നാക്കണ തൊട്ടപ്പുറത്ത് പൂച്ച ഇരിക്കുന്നുണ്ടാവും. ഈ പൂച്ച വീട്ടത്തുനിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനൊന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. നമ്മുടെ കൈമയായിട്ടുണ്ടാവും. നമ്മുടെ വായലിലേക്ക് അത് പോവും. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോക്സോപ്ലാസ്മ ചത്തോളും. പേടിക്കണ്ട, ചൂടിന് അവന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനത്തിന് പന്നീരെ മുകളിലേക്ക് കെട്ടിവെച്ചു. ഇപ്പോൾ അതുണ്ടായത്. ബീഫിനകത്ത് ടോക്സോപ്ലാസ്മ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിലൊക്കെ ടോക്സോപ്ലാസ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൽ ഇഷ്ടം മടിയായി സാധനം, ചില്ലറയൊന്നുമല്ല. ഇത് ആക്റ്റീവായ സമയത്ത് എൻ്റെ കണ്ണിലുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയി ചെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഗൂഗിൾ ചെയ്യാൻ. അപ്പോൾ ടോക്സോപ്ലാസ്മ എവിടെയൊക്കെ വന്നിട്ടുള്ള എന്തൊക്കെയാണ് ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതിൽ പ്രിഡോമിനൻ്റിൽ കിടക്കുന്ന സാധനമാണ് പൂച്ച. നമ്മൾ പൂച്ചനെ തല്ലി കൊല്ലണം അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ. അപ്പോൾ ആ ഒരു സാധനം പന്നീരെ മുകളിൽ കെട്ടി വയ്ക്കരുത്. ബീഫിനകത്തുണ്ട്. പച്ചക്കറികളിലായ പച്ചക്കറിയിൽ മുഴുവൻ ടോക്സോപ്ലാസ്മ ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ. ഞാൻ സ്ട്രോബെറി കഴിച്ചിട്ട് ടോക്സോപ്ലാസ്മ വന്നാളെ എൻ്റെ കണ്ണിനകത്ത്. ഇനിയിപ്പോൾ അതിനേക്കാളും വലിയൊരു തെളിവ് പറയാനില്ലോ. ഇനി ഞാൻ പറയണത് വേണമെങ്കിൽ നോണിയാന്നിട്ട് നിങ്ങൾ എടുത്തോട്ടാ. അപ്പോൾ ടോക്സോപ്ലാസ്മ എന്ന് പറയുമ്പോൾ ടോക്സോപ്ലാസ്മേനെ ഗൂഗിൾ ചെയ്യുക. ഇങ്ങനെയുണ്ട് ഗൂഗിൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ.
ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നൗ ക്യാൻ യു പോസ്റ്റ് ദിസ് പ്ലീസ്? എല്ലാത്തിനും ഞാൻ മറുപടി പറയണേ. ഇത്ര ടെമ്പറേച്ചറിൽ പന്നിയെ വേവിച്ചു കഴിഞ്ഞാൽ പാരസൈറ്റ്സ് ഒക്കെ ചത്തോളും എന്ന് പറയാൻ പറ്റിയ ഒരു ഗ്യാരണ്ടി ടെമ്പറേച്ചർ ഇതുവരെ സയന്റിസ്റ്റുകൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ നല്ലപോലെ വേവിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള കീടനാശികളൊക്കെ നശിക്കും, പാരസൈറ്റ്സ് ഒക്കെ പോവും എന്നുള്ളത്. കീടനാശിനി നശിക്കുന്നു. പോർക്കിറച്ചി ഇത്ര ടെമ്പറേച്ചറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പാരസൈറ്റും മറ്റുള്ള സാധനങ്ങളും പാത്തജൻസ് ഒന്നും ചത്തു പോകണമെന്ന് ഉള്ളതിൻ്റെ കണക്കിൽ ഒരു സയൻസ് ഇല്ല എന്നാണ് പറയുന്നത് പുള്ളി. എന്താ ഈ പറയണത്? ഓരോ സാധനവും കുക്ക് ചെയ്യുന്നതിന് കറക്റ്റ് ടെമ്പറേച്ചർ ഉണ്ട്. പോർക്ക് നിങ്ങൾ സ്റ്റേക്കായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ 74 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ നിങ്ങൾ കുക്ക് ചെയ്താൽ ഇറ്റ് ഈസ് സേഫ് ടു ഈറ്റ്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 74 ഡിഗ്രീസ്. നമ്മൾ 100-130 ഡിഗ്രിയാണ് കുക്ക് ചെയ്യണത്. നിങ്ങൾ ആരാ പോർക്കിൻ്റെ സ്റ്റേക്ക് അടിച്ച് കഴിക്കണവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഗൂഗിൾ ചെയ്ത് നോക്കണം അതുണ്ടോ ഇല്ലയെന്ന്. വെറുതെ പറയാണ്. എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻസൊക്കെ എടുത്ത് കൊണ്ടുവരണതെന്ന് ഒരു ഐഡിയ ഇല്ല. ഒന്ന് ഇതൊക്കെ പറയുമ്പോൾ ഈ മെസ്സേജ് എനിക്ക് അയച്ച ആൾക്കാർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടോയെന്ന്. പോർക്കിൻ്റെ മേലുള്ള കീടനാശിനി പോർക്കെന്താ സൂര്യകാന്തി പോവാ കീടനാശിനി അടിച്ച് വലുതാക്കാനായിട്ട്? എന്താ ഈ പറയണത്? അക്ഷരപിശാച് വന്നിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഈ വേടൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരാൾ വന്നിട്ട് 1 മിനിറ്റിൽ ഇങ്ങനെ തള്ളി മറയ്ക്കണ സമയത്ത് എന്താണ് ഈ തള്ളണേന്നുള്ളത്. ഒരു കീടനാശിനിയും പോർക്കിൻ്റെ മേലില്ല കേട്ടാ. ഇപ്പോൾ പോർക്ക് ചെടിയല്ല ഒന്ന് കീടനാശിനി അടിച്ച് വളർത്താനായിട്ട്. ഇനി പാരസൈറ്റ് നമ്മൾ വേവിച്ചിട്ടുള്ള പോർക്കിനകത്ത് ഒരു പാരസൈറ്റും ഇല്ല. ഇനി അത് അവിടെ ഇരുന്നിട്ട് കണ്ടാമിനേറ്റഡ് ആയെങ്കിലേ ഉള്ളൂ. സേഫായിട്ട് ശാസ്ത്രം പറഞ്ഞ ടെമ്പറേച്ചർ കൃത്യമായിട്ട് ഗൂഗിളിൽ എടുക്കുന്നുണ്ട്. യു ഗൂഗിൾ ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. നോ വറീസ്. റീസൺ നമ്പർ 4, പന്നി യൂഷ്വലി കഴിക്കുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. ചില സമയങ്ങളിൽ അത് അതിന്റെ വിസർജ്യം തന്നെ കഴിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ. ഈ ദൂഷ്യങ്ങളൊക്കെ നിങ്ങളിലേക്കും എത്തും. അടുത്തത് പന്നി കഴിക്കുന്നത് വിസർജ്യമാണോ എന്നാണ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ചെയ്യുക അല്ലേ? നമ്മൾ ഗൂഗിൾ ചെയ്യുക പന്നി വിസർജ്യം കഴിക്കുക, ഉത്തരം കിട്ടി. യെസ്, പന്നി വിസർജ്യം കഴിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വളർത്തുന്ന പന്നി മുഴുവൻ വിസർജ്യം തിന്നിട്ടാണോ ജീവിക്കണേന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആണ് തീട്ടാണോ കൊണ്ടുകൊടുക്കണേ? പന്നിക്ക് തീട്ടം കൊടുത്താൽ പന്നി തീട്ടം തിന്നും. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ നോക്കണം. എങ്ങനെയാണ് നോക്കണ്ടേ? പന്നി തീട്ടം മാത്രമാണോ തിന്നണേ? നോ. ഇനി പന്നിയുടെ കാട്ടം തിന്നുന്നതാണ്. പന്നിയുടെ കാട്ടൊന്നും തിന്നില്ല. നിങ്ങൾ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് പന്നി ഫാമിൽ ചെന്ന് നോക്കണം. അവിടെ ചെന്ന് നോക്കി പന്നി അവിടെ തൂറിയിട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് തീറ്റ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിന് പന്നി തൂറിയിട്ടത് മാത്രം തിന്നുകൊണ്ട് നടക്കില്ല. നിങ്ങൾ നോക്കിക്കോ. ഗതി 5 മുട്ടകളെ തീട്ടുന്നില്ല. ആ മനുഷ്യനും തിന്നും. ഞാൻ പന്നി ഫാം വിസിറ്റ് ചെയ്യുന്ന ആളാണ്. അവിടെ പന്നി തൂറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തീറ്റ പോലും കൊടുക്കില്ല. അവരെന്താ ചെയ്യുക? പന്നി തൂറിയിട്ടുള്ളത് എന്ത് ചെയ്യും? അവിടെ ഇട്ടതിന് ശേഷം 3 മണിക്ക് അവർ വന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിലെ തൊട്ടിയിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്നി തൂറും. അപ്പോൾ അതൊക്കെ അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും കുറേശ്ശെ. അതൊക്കെ അതിൻ്റെ വയറ്റിലേക്ക് ചെല്ലും. കോഴി എന്തുകൊണ്ടാ തിന്നണെന്ന് അപ്പം നോക്കണ്ടേ നമ്മൾ? ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കോഴിന്ന് തീട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്ക് തീട്ടം കൊടുത്തു നോക്കിയൊക്കെ. ഞാൻ ഈ കഥ മുന്നേ പറഞ്ഞിട്ടുള്ള കോഴി തീട്ടം തിന്നില്ലേ? ഇനി കോഴിയുടെ ഫാമിലി എന്തുകൊണ്ടാ തിന്നണേ? കോഴിയുടെ തീട്ടം തന്നെയല്ലേ? കോഴിക്കാട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റേ പാത്രം വെച്ചിട്ട് ഡിന്നർ പ്ലേറ്റിൽ എന്താ കോഴി ഭക്ഷണം കഴിക്കണേ? അല്ല, അതിൻ്റെ ഉള്ളിലുള്ള ചോളവും സാധനവും തീട്ടവും കൃത്യമായി കോഴി കൃത്യമായിട്ട് തീട്ടവും കല്ലൊക്കെ കൊത്തി തിന്നും. എന്നാലേ കോഴിയുടെ ഈ സുനാപ്പിക്കേഷൻ്റെ ഉള്ളിൽ കക്കാമരൻ്റെ ഉള്ളിൽ ദഹനം നടക്കുള്ളൂ. കോഴി ചണ്ടി ചമ്മടി സാധനമൊക്കെ തിന്നാ. അപ്പോൾ നമുക്ക് എങ്ങനെ കോഴി തിന്നാൻ പറ്റുക? അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കോഴി തീട്ടം തിന്നണ ജീവിയല്ലേ? കോഴി മനുഷ്യൻ്റെ തീട്ടം തിന്നും, കോഴിയുടെ തീട്ടം തിന്നും, പന്നി തീട്ടം തിന്നും, സകലമായ തീട്ടം തിന്നും കോഴി. ആ കോഴി നമുക്ക് കഴിക്കാനുള്ള അങ്ങനെ വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ നോക്കി കോഴി മാത്രം പശു തീട്ടം തിന്നണില്ലേ? പശു തീട്ടം തിന്നും. പശുവിൻ്റെ പുല്ലിൻ്റെ മുകളിൽ നിറച്ച് എന്നിട്ട് കൊടുത്തിട്ടുള്ളത് വളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? നമ്മൾ മറ്റേ ജൈവവള കൃഷിക്കാരാ കിടക്കണില്ലേ? അതിൻ്റെ ഉള്ളിലെ പുല്ല് തന്നെയല്ലേ പശു തിന്നണ്? മൂത്രമല്ലേ അതിൻ്റെ മുകളിൽ ഒഴിച്ചു വെക്കണ്? ഗോമൂത്രം. ആ പുല്ല് തന്നെയല്ലേ പശു തിന്നണ്? അപ്പോൾ പശുവിൻ്റെ വേസ്റ്റ് തന്നെയല്ലേ തിന്നണ്? ആ പശുവിൻ്റെ നമ്മൾ തിന്നണില്ലേ? അത് പറ്റില്ല, ഞാൻ പശുവിൻ്റെ തിന്നണത്. ഇങ്ങനെ നമ്മൾ ആലോചിക്കണോ? ദിസ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. Why you fellas always ask me? I got something else to do, brothers. Don't be like that. No. സകലമാന ജീവി കുഞ്ഞു കുട്ടികൾ തീട്ടം തിന്നു. അത് ശരി, കുഞ്ഞു കുട്ടിയുടെ അത്ര പോലും ബുദ്ധിയില്ലാത്ത ജീവികളായി ജീവികൾ ഇല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൗസർ ഇടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് ഇതിൻ്റെ കുട്ടികൾ തീട്ടുന്നുണ്ട് കണ്ടിട്ടില്ലേ? ഞാനും തിന്നിട്ടുണ്ട് 2 കഷ്ണം. ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ചാവേണ്ടായി തിന്ന വശം അത് വെച്ചിട്ട് നമ്മളെല്ലാം സുഖമായി തിന്നണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു എന്നല്ലോ. പശു തീട്ടം തിന്നണ കാരണം പന്നി തീട്ടം തിന്നണ കാരണം പന്നിയുടെ അതേ സ്വഭാവം നമുക്ക് ഉണ്ടാവുന്ന പറഞ്ഞ്. അപ്പോൾ കോഴി തിന്നണ കാരണം നമ്മൾ എന്താവണം? കോഴിയാവണോ? കോഴിയുടെ സ്വഭാവം കോഴി തീട്ടത്തിൻ്റെ സ്വഭാവമൊക്കെ നമ്മൾ കാണിക്കണം. കോഴി തിന്നല്ലേ തിന്നണ്? നമ്മളുടെ കാലും തന്നെ വെട്ടി വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുന്നിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള വീഡിയോ. എന്നിട്ട് അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടണം.
ഇതിപ്പോൾ എനിക്ക് വെറുതെ നിങ്ങളൊരു കണ്ടന്റ് ഉണ്ടാക്കി തരിക അല്ലേ ഓൾഡ് ദിസ് ഫെല്ലോ ഗോട്ട് സംതിങ് എൽസ് ടു ഡു ബ്രദർസ്. നോക്കട്ട്. റീസൺ നമ്പർ 5, പന്നിയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റും കൊളസ്ട്രോളും മറ്റുള്ള മീറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. റെഗുലർ ആയിട്ട് പന്നി കഴിച്ചാൽ ഹൃദ്രോഗവും സ്ട്രോക്കും കാർഡിയോവാസ്കുലർ പ്രോബ്ലം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിക്കകത്തുള്ള ഫാറ്റ് അല്ലെങ്കിൽ പന്നിയുടെ ഭക്ഷണത്തിൽ മറ്റുള്ള മീറ്റിനേക്കാളും കൂടുതൽ ഫാറ്റും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കാർഡിയോവാസ്കുലർ ഇഷ്യൂസിന് നമ്പർ 1 നിൽക്കുന്നത് പന്നിയാണോ എന്നാണ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പന്നിയിറച്ചിയാണോ ബീഫിനേക്കാളും കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉണ്ടാക്കണേന്ന് നോക്കിയേ. അല്ല നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ബീഫ് ഹാസ് ഗോട്ട് മോർ സാച്ചുറേറ്റഡ് ഫാറ്റ് ദേൻ, സോ ഈ പന്നി ഈസ് ലിറ്റിൽ ബിറ്റ് ഹെൽത്തിയർ ദേൻ ബീഫ് ഇഫ് യു ചൂസ്. കാണാൻ പറ്റും, ഗൂഗിളിൽ നോക്കിയാൽ മതി. എല്ലാം ഉണ്ട് ഗൂഗിളിൽ. ഇപ്പോൾ ഗൂഗിളിൽ ഓണയാ പറയണേന്ന് പറയും. ഇപ്പോൾ ഗൂഗിളിൽ ഗുണമുണ്ട്, മുകളിൽ ഇങ്ങനെ എല്ലാ ലിങ്കുകൾ ഉണ്ടായിരിക്കും, മെഡിക്കൽ സയൻസ് റെഫറൻസസ്. അല്ലെങ്കിൽ പെർപ്ലസിറ്റി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നോക്കുക. അതല്ല വെച്ചാൽ ചാറ്റ് ജി പി ടിയിൽ അടിച്ചിട്ട് നമ്മൾ ഗൂഗിളിലേക്ക് വന്നിട്ട് രണ്ടിനെയും ലിങ്ക് ചെയ്തിട്ട് നോക്കുക, കാണാൻ പറ്റും. ബീഫ് തൊട്ടാൻ പറ്റില്ല ആ കേസിലാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ബീഫിൻ്റെ സ്റ്റേക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടാകും. ഈ ബീഫ് സ്റ്റേക്ക് ഇങ്ങനെ എടുത്ത് നോക്കണ സമയത്ത് അതിൻ്റെ മീറ്റുകൾക്കിടയിൽ ഫാറ്റ് ലെയർ കാണാൻ പറ്റും. ഇനി പന്നിയുടെ കട്ട്സ് എടുത്ത് നോക്കിയേ, ചിക്കൻ്റെ അതേപോലെ തന്നെ ഫാറ്റ് ഇല്ലാത്ത കട്ട്സാണ് പന്നിയുടെ ലീൻ കട്ട്സ് അല്ലെങ്കിൽ ഇറച്ചി വരുന്ന ഭാഗം. പ്രടിമച്ച് വൈറ്റ് മീറ്റ് തന്നെയാണ്. കാരണം പന്നിയുടെ പോർക്കിൻ്റെ ഈ ഫാറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് മാറിയിട്ട് നിൽക്കുന്നത്, ബീഫിൻ്റെ പോലെ ഉള്ളിൽ കൂടെ കണക്റ്റഡ് അല്ല. നോ. അപ്പോൾ അളവ് കൂടുതൽ കഴിച്ചാൽ പോർക്ക് മാത്രമല്ല ബീഫും ചോറും ലാമ്പും മട്ടണും ഇതൊക്കെ നമുക്ക് പ്രശ്നമുള്ളതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ തിന്നുന്നതായിട്ടുള്ള ഒരു മൃഗവും ജീവികളും ഒന്നും തന്നെ ഇവിടെ ഒരു തമ്പരാനും കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളതല്ല, നമ്മൾ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരു വൈൽഡ് ആനിമൽസിന് നമ്മൾ ആരും ഇപ്പോൾ പ്രിഡോമിനൻ്റ്ലി കഴിക്കണില്ല. കാട്ട് പന്നിയെ എടുത്ത് മാറ്റി മറിച്ച് യോർക്ക്ഷയർ പന്നികളും കുർഷയർ പന്നികളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ തിന്നണേ. ബ്രോയിലർ കോഴികളാണ്. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ല, നമ്മൾ ഉണ്ടാക്കിയതാ. തിന്നണ നെല്ല് പോലും ഇവിടെ ഉണ്ടായിരുന്നല്ല, നമ്മൾ ഉണ്ടാക്കിയതാ. മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യൻ തിന്നാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു അണ്ണനും കൊണ്ടുവന്ന് വിളമ്പിയിട്ടുള്ളതല്ല ഇവിടെ. നമ്മൾ കൃത്യമായിട്ട് മനുഷ്യന് തിന്നാൻ പറ്റിയ സാധനം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു അതോറിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുകയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാധനം അവതരിപ്പിക്കുമ്പോൾ കേൾക്കാനുള്ളൊരു രസം അല്ല, അങ്ങനെ ഒരു കാര്യം അറിയണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കിട്ടുകയും ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിതിലൊക്കെ സമയം ചിലവഴിക്കുന്ന ഒരാളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊരാൾ ഇന്ന ഭക്ഷണം കഴിക്കേണ്ടത് നിർബന്ധമുള്ള ഒരാളൊന്നുമല്ല. ഇവിടെ ഞാൻ വീട്ടുകാരുടെ അടുത്ത് നിർബന്ധിക്കാറില്ല. പല ഭക്ഷണങ്ങൾക്കും പല ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഫ് യു ആർ ഫീലിംഗ് ഗുഡ് ഈറ്റിംഗ് സംതിങ് ഈറ്റ് ദാറ്റ് ഫുഡ്. ദയവ് അതിലേക്ക് മതം കുത്തിക്കലർത്തരുത്. നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും യു ആസ്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അപ്പോഴാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ടൊരു വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ ഡയറ്റ് എങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് എങ്ങനെ മെറ്റബോളിക്കലി ഹെൽത്തി ആക്കണം എന്നുള്ളത് നിങ്ങൾ ഒരു ലിങ്കിൽ നിന്ന് അങ്ങനെ നോക്കി പോകുമ്പോൾ കിട്ടും. വെറുതെ മടിയന്മാരായിട്ട് അതൊന്നും ചെയ്യാൻ സമയമില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മടിയത്തികളായിട്ട് ഇരിക്കരുത്. പ്ലീസ് കീപ്പ് ഓൺ ലുക്കിംഗ് ഇൻ ടു 1-to-1 നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അതെല്ലാം ഒരാളോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നതിനേക്കാളും ഉപരി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ കൃത്യമായിട്ട് അതിൻ്റെ ബയോളജിയും ഫിസിയോളജിയും പാത്തോളജിയും ബയോകെമിസ്ട്രിയും ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 പോയിൻറ്റും അക്ഷരാർത്ഥത്തിൽ ജസ്റ്റ് എ ബ്ലണ്ടർ, നത്തിങ് എൽസ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പോയിൻറ്റിന് ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും തിരിച്ചിട്ടിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റകളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പന്നി നിങ്ങൾ ദയവായിട്ട് കഴിച്ചോ, ഇഷ്ടമുള്ളതെങ്കിൽ കഴിച്ചോ. ഞാൻ പന്നി കുറച്ചേ കഴിക്കാറുള്ളൂ. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം. എനിക്ക് പന്നി കഴിച്ച് കഴിഞ്ഞാൽ ഒരു അളവിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 100-120 ഗ്രാമിന് മേലെ അടിച്ച് കഴിഞ്ഞാൽ കിളി പറക്കും. വയറൊക്കെ മട്ടിക്കും, ആ കമ്പിക്കും, അതിലെ ഫാറ്റിൻ്റെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് പന്നി എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ബീഫ് വേണമെങ്കിൽ 200-250 ഗ്രാമോളം ബീഫ് എനിക്ക് കഴിക്കാൻ പറ്റും. പന്നി ഞാൻ പെട്ടെന്ന് സേഷ്യേറ്റിംഗ് ആയി പോണ ഒരു ഇതാണ്. അതേപോലെ തന്നെയാണ് ലാമ്പ്, പെട്ടെന്ന് മടുക്കണ ഒരു മീറ്റാണ്. സോ എനിക്ക് അത്രേ പറ്റുള്ളൂ, അപ്പോൾ അത്രേ കഴിക്കാറുള്ളൂ. അല്ലാണ്ട് വേറെ അത് കഴിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ തലകുത്തി മറയണ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ.
You guys just eat, man. It's so good. Eat food. Plenty out there with no food. Do you know that? Not good, not good. When we talk about poverty and stuff, no, eat whatever you get. Stop eating this all crap. Processed food, sugars, fruits. ഫ്രൂട്ട്സിനെ പറഞ്ഞപ്പോൾ കഴുത്തിലടിക്കും. നമ്മൾ അടുത്ത വീഡിയോ പറഞ്ഞിട്ട് യൂറിക് ആസിഡ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ടു മച്ച് റിസർച്ച് ദിസ് വള നോക്കൂട്ടേ ടു മച്ച് യൂറിക് വളം കൂടി പ്രോട്ടീൻ കഴിച്ചിട്ട് നിനക്കെന്താ മുടി വളരാത്തതെന്ന് ചോദിക്കണേ. കഷണ്ടി ആടോ ഇത് അല്ലേ? ഈ മരുന്നില്ല തന്നെ അല്ലേ കുശുമ്പ്